ദൂരദർശൻ കാണുന്ന സമയത്ത് വാർത്തയോടൊന്നും ആളുകൾക്ക് വലിയ താല്പര്യമൊന്നുമില്ല. സിനിമയുടെയൊക്കെ ഇടയ്ക്ക് അല്ലെങ്കിൽ മറ്റ് പ്രോഗ്രാമിൻ്റെയൊക്കെ ഇടയ്ക്ക് വാർത്ത വരുമ്പോൾ ഇരുന്ന് കാണുന്നു. പക്ഷേ അത് ഗൗരവത്തോടെ കാണുന്ന ആൾക്കാരുമുണ്ട്. പിന്നീട് ഇന്ത്യ വിഷനാണ് ഒരു സമ്പൂർണ്ണ വാർത്താ ചാനൽ ആരംഭിച്ചത്. ഞാനൊക്കെ ഇന്ത്യ വിഷൻ്റെ തുടക്കകാലത്ത് സമ്പൂർണ്ണ വാർത്താ ചാനലായ സമയത്ത് പ്രവർത്തിച്ചാണ്. പിന്നീട് മനോരമയിലേക്കോ അടുത്ത ചാനലുകളിലേക്കോ ഒക്കെ പോയതാണ്. പക്ഷേ സാറിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ദൂരദർശൻ കഴിഞ്ഞാൽ പിന്നെ എന്ത് എന്നൊരു ചോദ്യം ഉണ്ടായില്ലേ? എങ്ങനെയായിരുന്നു പിന്നീട് ദൂരദർശൻ കാലം കഴിഞ്ഞുള്ള ഒരു നീക്കം? നമ്മൾ പോരുന്നത് വരെ ആ, ദൂരദർശൻ നമ്മൾ പോരുന്നതിന് ശേഷവും ദൂരദർശൻ കേരളത്തിലൊരു സാന്നിധ്യമായിരുന്നു. ഉം. മറ്റ് ചാനലുകൾ പലതും വന്നു. ഇപ്പോൾ ഇന്ത്യ വിഷൻ ഉൾപ്പെടെ പല ചാനലുകളും വന്നിട്ടും ഒരു 2000 കടന്ന് 2005, 2006 ആകുമ്പോഴൊക്കെയാണ് ദൂരദർശൻ വളരെ പുറകിലേക്ക് പോയൊരു സന്ദർഭം ഉണ്ടാവുന്നത്. ഉം. അതുവരെ സജീവമായിരുന്നു. ആൾക്കാരുടെ എണ്ണം കുറഞ്ഞു വന്നു. പിന്നെ എല്ലാവരും കയറി ആക്രമിച്ച് നമ്മൾ വളരെ ഏറ്റവും പുറകിലേക്ക് പോയി. അപ്പോൾ പക്ഷെ ദൂരദർശൻ അപ്പോഴത്തേക്കും നമ്മൾ ദൂരദർശൻ്റെ സ്വാദ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞു, ദൂരദർശൻ രീതികൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞിരുന്നു. അപ്പോൾ അതുകൊണ്ട് മറ്റൊരു ചാനലിലേക്ക് പോകുന്നത് അപ്പോൾ അവിടെ ഇരുന്ന് ആലോചിച്ചിരുന്നില്ല. ഉം. അതിന് ശേഷമാണ് നമുക്ക് ചില ഓഫറുകൾ വരുമല്ലോ. അതെ. അപ്പോഴാണ് ആദ്യത്തെ ഓഫറൊക്കെ കഴിയുമ്പോഴാണ് നമ്മളെ അന്വേഷിക്കുന്നുണ്ട്, നമ്മുടെ താല്പര്യമുള്ളവരുണ്ട് മീഡിയയിൽ, ഈ ചാനൽ അല്ലാതെ. അങ്ങനെയാണ് മറ്റ് ചാനലുകളെ കുറിച്ച് ചിന്ത പോകുന്നത് എനിക്ക്. അല്ലാതെ വേറൊരു ചാനലിലേക്ക് പോകാം, ദൂരദർശൻ്റെ പേരും പറഞ്ഞ് മറ്റൊരു ചാനലിലേക്ക് പോകാം എന്ന് വിചാരിച്ചിട്ടില്ല. അതെനിക്ക് തോന്നുന്നു ദൂരദർശനിൽ ആ കാലഘട്ടത്തിലുണ്ടായിരുന്ന ആരും തന്നെ ദൂരദർശൻ്റെ ലേബലിൽ ഞങ്ങൾ ഇനി അങ്ങോട്ട് പോകുന്നു എന്ന് പറഞ്ഞ് പോയവരുണ്ട്. പക്ഷെ അത് അവരുടേതായ വ്യക്തിപരമായ ആവശ്യങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ അതുകൊണ്ട് പോയതാണ്, അല്ലാതെ മറ്റൊരു കാരണമില്ല. പല പ്രമുഖരും പല പ്രമുഖരും ദൂരദർശനിൽ തുടങ്ങിയവരാണ്. അവരൊക്കെ എന്നാൽ ഇനി അടുത്ത സ്ഥലത്തേക്ക് പോകാമെന്ന് വെച്ച് പോയവരല്ല. സാഹചര്യം അങ്ങനെ വന്നപ്പോൾ അവർ പോയതാണ്. നമ്മൾ കുറേ കൂടി വൈകി മറ്റൊരു ചാനലിലേക്ക് ഒരു ഓഫറുകൾ വന്നപ്പോൾ കൊള്ളാം, ഈ ശേഷിച്ച കാലം അവിടെ ആകാം എന്ന് തോന്നി അങ്ങോട്ട് പോയതാണ്. ശമ്പളത്തിൽ നല്ല കാര്യമായ ഗണ്യമായ വർധനവും ഉണ്ടാവുമല്ലോ. അതെ, അതുകൊണ്ട് പോകുന്നതാണ്. സർ, അന്ന് ഈ ജേർണലിസ്റ്റുകൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഡോക്ടർ, എഞ്ചിനീയർ അല്ലെ IAS എന്നൊക്കെ പറയുന്ന പോലെ വളരെ റെസ്പെക്റ്റ് ആയിട്ടുള്ള ഒരു പ്രൊഫഷനായിരുന്നു. വലിയ കാര്യങ്ങളൊക്കെ സംസാരിക്കും. ഇപ്പോൾ കുട്ടികളടക്കം വന്ന് ജേർണലിസ്റ്റിനോട് പോയി ചോദിച്ചാൽ എന്ത് കാര്യവും അറിയാം എന്നുള്ളൊരു നിലപാടുണ്ടായിരുന്നു. പക്ഷേ കാലം മാറി വന്നപ്പോൾ ദൃശ്യമാധ്യമങ്ങളുടെ എണ്ണം കൂടിപ്പോയി, വാർത്താ ചാനലുകളുടെ എണ്ണം കൂടിപ്പോയി. സാറ് നേരത്തെ പറയുന്ന ദൂരദർശനിൽ കിട്ടുന്നത് പോലെ വലിയ ഒരു പരിശീലനമൊന്നും ലഭിക്കാത്ത യുവതലമുറ ഇറങ്ങുന്നുണ്ട്. ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ്റെ അടുത്ത്, മുതിർന്ന ഒരാളുടെ അടുത്ത് എങ്ങനെ സംസാരിക്കണമെന്ന് എന്ന് പോലും അറിയാതെ തട്ടിക്കയറുന്ന ആൾക്കാരുണ്ട്. എങ്ങനെയാണ് സാറിന് ആ പഴയ കാലവും പുതിയ കാലവും തമ്മിലൊന്ന് വേർതിരിച്ച് കാണാൻ പറ്റുക? അത് ജേർണലിസത്തിൽ മാത്രമാണോ എന്നെനിക്ക് സംശയമുണ്ട്. പൊതു സമൂഹത്തിൽ ഉണ്ടായൊരു മാറ്റം ജേർണലിസത്തിലും നമ്മുടെ ജോലിയിലും പ്രതിഫലിക്കുന്നതല്ലേ എന്ന് ഞാൻ പലപ്പോഴും ഈ ചോദ്യം നമ്മൾ തന്നെ ചോദിക്കും. നമ്മൾ TV കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇയാളെന്തിങ്ങനെ പെരുമാറുന്നത് എന്ന് നമുക്കുള്ളിൽ തോന്നുന്നുണ്ട്. ഇങ്ങനെയല്ലല്ലോ ചോദിക്കേണ്ടിയിരുന്നത്, കുറേ കൂടി മര്യാദ കാണിക്കാമായിരുന്നു എന്നൊക്കെ നമുക്ക് തോന്നാറുണ്ട്. പക്ഷെ പിന്നീട് നമ്മൾ ആലോചിക്കുമ്പോൾ എല്ലായിടത്തും ഈ ഒരു മാറ്റം കാണാനുണ്ട്. ഓരോ തലമുറ മാറി വരുമ്പോഴും അവരുടെ ഇടപെടലുകളിൽ, അവരുടെ പ്രവർത്തനങ്ങളിലൊക്കെ ഇത്തരം പ്രകടമായൊരു മാറ്റം ഉണ്ടാകുന്നത്. ആ മാറ്റം ഏറ്റവും പെട്ടെന്ന് പ്രതിഫലിക്കുന്നൊരു മേഖലയാണല്ലോ മാധ്യമരംഗം. അതുകൊണ്ട് നമുക്ക് കൂടുതലായിട്ട് തോന്നുന്നതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഈ പറഞ്ഞ പോലെ, സിനിജു പറഞ്ഞ പോലെ, ഒരു അച്ചടക്കക്കുറവുണ്ട്. അത് സീനിയേഴ്സ് വിചാരിക്കണം, മാനേജ്മെൻറ്റിലുള്ള മുതിർന്നവർ വിചാരിക്കണം. അങ്ങനെ വിചാരിക്കാൻ സമയമില്ല അവർക്കിപ്പോൾ. വളരെ 24 മണിക്കൂർ വാർത്താ ചാനലായതുകൊണ്ട് വേഗത്തിൽ ഓടണം. വാസ്തവം പറഞ്ഞാൽ എൻ്റെ ഒരു അഭിപ്രായമാണ്, 24 മണിക്കൂർ വാർത്ത വേണോ എന്ന് ഞാൻ പലപ്പോഴും അതിനുള്ളതുണ്ടോ എന്നെനിക്ക് സംശയം തോന്നിയിട്ടുണ്ട്. മലയാളത്തിൽ എന്തിനാണ് 24 മണിക്കൂർ ഒരു വാർത്താ ചാനൽ? അപ്പോൾ ബാക്കി സമയം എന്ത് ചെയ്യും? അതിൻ്റെ ഉത്തരം നമ്മളിത് പറയേണ്ടതല്ല, അത് അവർ തീരുമാനിക്കേണ്ട വിഷയം. 24 മണിക്കൂർ വാർത്താ ചാനൽ എന്ന് അനൗൺസ് ചെയ്താൽ അവർക്കൊരു ഉത്തരവാദിത്തമുണ്ട്. അല്ലെങ്കിൽ വാർത്താ ചാനൽ, വാർത്താ അധിഷ്ഠിത പരിപാടികൾ, അങ്ങനെ ഒരു വാർത്തയുമായി ബന്ധപ്പെട്ട് പല കാര്യങ്ങളും ചെയ്യാൻ സാധിക്കും. വാർത്ത മാത്രമല്ലല്ലോ, അതൊരു എന്താ പറയുക, ഈ ജേർണൽ എഴുതുന്ന പോലെ കണക്കിൽ. അതിൽ നിന്ന് പിന്നെ കുറേ സാധനങ്ങൾ
ലെഡ്ജർ ആവാം, ബാലൻസ് ഷീറ്റ് ആവാം, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആവാം എന്നൊക്കെ അക്കൗണ്ട്സ് പറയുന്ന പോലെ അതിൽ നിന്ന് വേറെ കുറേ സാധനങ്ങൾ ഉരുത്തിരിഞ്ഞ് കൊണ്ടുവരാൻ സാധിക്കും. അത് ആ മാനേജ്മെൻറ്റ് തീരുമാനിക്കേണ്ട വിഷയം. അല്ലാണ്ട് 24 മണിക്കൂർ ചാനൽ എന്ന് പറഞ്ഞാൽ അതിലൊരു 10-11 മണി രാത്രി മണി വരെ ഈ മാറി മാറി വാർത്തകൾ, പിന്നെ അത് കഴിഞ്ഞ് എൻ്റെ റെക്കോർഡഡ് വേർഷൻ, അങ്ങനത്തെ ആവശ്യമുണ്ടോ, അതിനുള്ള വാർത്തകളുണ്ടോ എന്നൊക്കെ ഞാൻ പലപ്പോഴും, ഇപ്പോഴൊന്നല്ല, ജോലിയിലുള്ള സമയത്ത് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. ഇല്ല എന്നാണ് എനിക്ക് ഉത്തരം. എൻ്റെ ഉത്തരം കേട്ടോ. അനുകൂലിക്കാം, അനുകൂലിക്കാതിരിക്കാം. സാറേ, ഈ പിന്നെ സിനിമ എന്ന് പറയുന്നത് വളരെ അട്രാക്റ്റീവായിട്ടുള്ള ഗ്ലാമറിൻ്റെ ഒക്കെ ഒരു ലോകം. അവിടേക്ക് എത്തിപ്പെടാൻ ഒരുപാട് ആഗ്രഹിക്കുന്ന ആൺകുട്ടികളും പെൺകുട്ടികളൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞാൽ അടുത്ത മോഹം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ചാനലിൽ അവതാരകനായിട്ട് വന്നാൽ എന്നുള്ളതാണ്. അപ്പം ഇന്നത്തെ ന്യൂസ് ചാനലുകളിൽ വാർത്ത അവതരിപ്പിക്കുന്നവരിൽ പലർക്കും ശരിയായിട്ടുള്ള ഒരു നോളജ്, ലോകവിവരമോ അല്ലെങ്കിൽ കേരള രാഷ്ട്രീയമോ അല്ലെങ്കിൽ ഇന്ത്യൻ രാഷ്ട്രീയമോ പോലും ശരിക്കറിയില്ല. എന്തിന് പ്രധാനമന്ത്രിയുടെയോ ഒരു പ്രസിഡൻറ്റിൻ്റെ പേരിന് അപ്പുറത്തേക്ക് മന്ത്രിമാരുടെ പേര് പോലും അറിയാത്ത ആളുകളുണ്ട്. അങ്ങനെയുള്ള ഒരു കൂട്ടം ആളുകൾ ഇന്ന് ദൃശ്യമാധ്യമ രംഗത്തുണ്ട് എന്ന് പറഞ്ഞാൽ അവർ ജേർണലിസ്റ്റാണെന്ന് മറന്നു പോകുന്നു. അത് ജേർണലിസ്റ്റ് ആകണമെന്ന് മറന്നു പോകുന്നു. അത് മറക്കാതിരുന്ന ഈ വിഷയങ്ങളൊന്നുമില്ല. സിനുജിയുടെ എല്ലാ ചോദ്യം ഇല്ലാണ്ടാവും. ഇപ്പോൾ സിനുജി ആരാണെന്ന് ചോദിച്ചാൽ ഞാൻ ജേർണലിസ്റ്റ് എന്നായിരിക്കും പറയാം. അതെ. അതുകൊണ്ട് ഞാൻ ദൃശ്യമാധ്യമത്തിലാണോ, പിന്നെ വേണമെങ്കിൽ പേരെന്ന് പറയും. ഞാൻ ഇന്ന ചാനലിലാണ്, ഇന്ന മീഡിയയിൽ ഇന്ന സ്ഥലത്താണ്, ഡെസ്കിലാണ്, അങ്ങനെ അതേ പറയുള്ളൂ. പക്ഷെ നിങ്ങൾ ബേസിക്കലി ജേർണലിസ്റ്റാണ്. അതെ. ഇപ്പോൾ ഉള്ള കുട്ടികൾ ജേർണലിസ്റ്റ് ആണെന്ന് അവർക്ക് ബോധ്യമുണ്ട്. ജേർണലിസം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കാണുന്ന ഈ സാധനമാണെന്ന്, വാർത്ത അവതരിപ്പിക്കുന്നതാണ് ജേർണലിസം. അല്ലെങ്കിൽ ഒരു ലൈവ് ഡിസ്കഷനിൽ അവതാരകനായിട്ട് ഇരിക്കുന്നതാണ് ജേർണലിസം. അല്ലെങ്കിൽ ഒരു വളരെ പ്രമുഖരായ ആൾക്കാർ ഇറങ്ങി വരുമ്പോൾ അവരുടെ നേരെ മുമ്പിൽ ചെന്ന് മൈക്ക് നീട്ടാനുള്ള കെൽപ്പാണ് ജേർണലിസം എന്നൊക്കെ ഒരു തെറ്റായ ധാരണയാണെന്ന് എനിക്ക് തോന്നുന്നത്. അതിനപ്പുറത്ത് ആഴത്തിലുള്ളൊരു വായനയും പഠനവും ചിന്തയും ഒക്കെ ആവശ്യമുള്ള ഒരു സാധനമാണ് ജേർണലിസം എന്നാൽ കുഞ്ഞുങ്ങളോട് പറഞ്ഞു കൊടുക്കാൻ ആളുണ്ടായിട്ടില്ല. അതാണ് വിഷയം. അവരെ പഠിപ്പിച്ച നമ്മളും അല്ലെങ്കിൽ അവർക്ക് പരിശീലനം കൊടുത്ത നമ്മളും ഒക്കെ നമ്മളാണല്ലോ ചെയ്യുന്നത്. ആ പഠിപ്പിച്ചവരും പരിശീലനം കൊടുത്തവരും ഇത് വളരെ ആഴത്തിൽ ലോകത്തെക്കുറിച്ച് നമ്മൾ സംസാരിക്കുന്നത്, ഭാവി ലോകത്തെക്കുറിച്ച് ഇന്നലെക്കുറിച്ച് നമ്മൾ ആരും സംസാരിക്കുന്നില്ല. ഇന്നിനെക്കുറിച്ച് സംസാരിക്കുന്നു, നാളെക്കുറിച്ച് മാത്രം സംസാരിക്കുന്നു നമ്മൾ. അതിന് ഇന്നിലേക്ക് നിന്ന് നാളെയിലേക്ക് എത്ര ദൂരമുണ്ട് അതാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിന് ഒരുപാട് പഠനം വേണം. ആ പഠനത്തിന് സമയവുമില്ല. അതൊരു പഠനം ആവശ്യമാണെന്ന് അവർ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കുട്ടികൾ ആ രീതിയിലായി പോകുന്നതാണ്. അവരെ ഒന്ന് അതിൽ നിന്ന് ട്രെയിൻ ചെയ്യിക്കാൻ. അതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ജേർണലിസ്റ്റ് എന്നാണ് ഈ പത്ര ദൃശ്യ മാധ്യമങ്ങളിലൊക്കെ വർക്ക് ചെയ്തിരുന്ന ആളുകളെ വിളിച്ചിരുന്നത്. അതൊരു ബഹുമാനത്തോടു കൂടിയാണ് ജേർണലിസ്റ്റാണ്, ഇന്ന ജേർണലിസ്റ്റാണ്, ആ ഒരു ബഹുമാനം. പക്ഷേ ഇന്ന് ആളുകൾ മാപ്രകൾ എന്നാണ് വിളിക്കുന്നത്. അതൊരു തരംതാണ വിളിയിലേക്ക് മാറിയിട്ടുണ്ട്. അത് സാറ് നേരത്തെ സൂചിപ്പിച്ച പോലെ ഇങ്ങനെയാണോ ആ വ്യക്തിയോട് പെരുമാറേണ്ടത്? ഒരു ബഹുമാനക്കുറവില്ലേ? അടുത്ത് എന്തും തട്ടിക്കയറാവുന്ന രീതിയിലാണോ? മാത്രമല്ല, ഒരാൾക്ക് ഒരു കാര്യത്തിന് ഉത്തരം പറയാൻ താല്പര്യമില്ലെങ്കിൽ അത് അയാളുടെ വ്യക്തിപരമായ താല്പര്യമായിരിക്കും, വ്യക്തിപരമായ അവകാശമായിരിക്കും. അത് പറയാൻ പറ്റില്ല, ഉത്തരം പറഞ്ഞേ പറ്റൂ എന്നുള്ള രീതിയിൽ ഒരു വാശി കാണിക്കുന്ന രീതിയിൽ ആളുകൾ മാറി. അങ്ങനെയാണ് ജേർണലിസ്റ്റ് മാപ്രയായി മാറുന്നത്. അങ്ങനെയാണോ ശരിക്കും? അത് കേൾക്കുമ്പോൾ സങ്കടമുള്ളൊരു വിളിയാണ്. നമുക്കൊക്കെ സങ്കടമുള്ളൊരു വിളിയാണ്. അത് ചോദിച്ചു വാങ്ങിയതല്ലേ. അങ്ങനെ സിനിമയിൽ പറഞ്ഞ പോലെ കിട്ടിയതാണ്, ചോദിച്ചു വാങ്ങിയതാണ്. അത് നമുക്കൊരു നിലവാരം ഉണ്ടാവണം. ചിലരോട് നമുക്ക് സംസാരിക്കേണ്ടെന്ന് വെക്കണം, അപ്പോഴേ നമുക്ക് നിലവാരം ഉണ്ടാവുള്ളൂ. എന്നുവെച്ചാൽ നമ്മുടെ നിലവാരം എന്ന് പറഞ്ഞാൽ ഇയാളോട് ഇത്രയൊക്കെ സംസാരിച്ചാൽ മതി, നമ്മൾ തീരുമാനിക്കണം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. തെറ്റാവാം. സി എമ്മിനോട് സംസാരിക്കേണ്ട ചില കാര്യങ്ങൾ മാത്രമേ സംസാരിക്കാവൂ. അതിൽ ഒരു സെക്രട്ടറിയോട് ചോദിക്കേണ്ട കാര്യങ്ങൾ അവിടെ ചോദിക്കണം. ഇത് നമ്മൾ ഈ എന്താ പറയുക, മണ്ഡലം കമ്മിറ്റിയോട് ചോദിക്കേണ്ട ചോദ്യങ്ങൾ സംസ്ഥാന മുഖ്യമന്ത്രിയോട് ചോദിച്ചാൽ അദ്ദേഹത്തിന് ദേഷ്യം വരില്ലേ? അദ്ദേഹത്തിന് വേറെ എത്രയോ കാര്യങ്ങൾ അദ്ദേഹത്തോട് ചോദിക്കും. ഒരു പക്ഷേ അദ്ദേഹം കാറി കയറിയിട്ട് PS-നോട് പറയും മണ്ടന്മാർക്ക് വേറെ ചോദിക്കാനില്ലെന്നായിരിക്കും. നമ്മൾ ഇപ്പോഴത്തെ സി എമ്മിനെ കുറിച്ച് മാത്രമല്ല പറയുന്നത്. ഏത് സി എം ആയാലും, ഏത് സീനിയർ മന്ത്രി ആയാലും, ഏത് സീനിയർ പൊളിറ്റീഷ്യൻ ആയാലും അവർ കാറിയിട്ട് മണ്ടന്മാർക്ക് വേറെ ചോദിക്കാൻ എന്ന് പറയുന്നില്ല എന്നെന്താ ഉറപ്പ്? നല്ലൊരു ചോദ്യം അവർക്ക് കൊടുക്കാൻ അല്ലെങ്കിൽ അവരെ കുഴപ്പിക്കാവുന്ന ചോദ്യമൊന്നുമില്ല. മാത്രമല്ല അതൊന്ന്. രണ്ട്, പൊളിറ്റിക്സാണ് നമ്മൾ ചോദിക്കുന്നത്, അതായത് കക്ഷി രാഷ്ട്രീയം.
പൊളിറ്റിക്സിൻ്റെ വ്യാപകമായ വേറെ അർത്ഥമുണ്ടല്ലോ. ആ പൊളിറ്റിക്സ് ആരും സംസാരിച്ചു കേരളത്തിൽ എവിടെ ഏത് നമ്മളിൽ ആരാണ് അത്തരത്തിലൊരു രാഷ്ട്രീയം സംസാരിക്കുന്നത്? അതിൽ ചർച്ചകളിൽ വരുന്നുണ്ട്. ഒരു പക്ഷേ പറയാൻ ചർച്ചകളിൽ വരുന്നവരാണ് അത്തരം വിഷയങ്ങൾ ആഴത്തിൽ പഠിച്ച് സംസാരിക്കേണ്ടത്. പക്ഷെ നമ്മുടെ ചോദ്യത്തിലും ഒരു ആഴമുണ്ടെന്ന് ഒരു മന്ത്രിക്ക് തോന്നിയാൽ ഒന്ന് നോക്കുമെങ്കിൽ ഇവൻ ആള് പെശകാണല്ലോ എന്ന് തോന്നുന്നില്ലേ? ചില നോട്ടങ്ങൾ നമുക്കറിയാം. നമ്മുടെ ആ നോട്ടങ്ങളൊക്കെ നമ്മുടെ കാലത്തൊക്കെ ഇപ്പോഴും നമ്മൾ കാണും. ചിലരുടെ ചോദ്യം കഴിയുമ്പോൾ മന്ത്രി നോക്കും, ഇവൻ ആള് പെശകാണ്, കാരണം അവൻ പഠിച്ചവനാണെന്ന് മനസ്സിലാവും. അല്ലാതെ നമുക്ക് ഈ ചാനൽ ഏതാ, നീ അത് ചോദിക്കും, ആ ചാനൽ നീ അത് ചോദിച്ചില്ലെങ്കിൽ അത്ഭുതം എന്ന് പറയുന്നതല്ല നമ്മുടെ. ആ ചോദ്യം ഏത് ചാനലിൽ നിന്നായാലും അവൻ്റെ വായിന്ന് വരും. അവൻ ആ ബൈക്ക് മാറ്റിയാൽ വേറെ മൈക്ക് കൊടുത്താൽ ഈ ചോദ്യം വരും എന്നുള്ള ഒരു തോന്നൽ നമ്മൾ ആ ചോദ്യം കേൾക്കുന്നവർക്കും തോന്നും. ആ രീതിയിൽ ചോദിക്കാൻ പറ്റും. അതാണ് അപ്പോൾ രാഷ്ട്രീയത്തിനപ്പുറത്ത് നമുക്ക് സംസാരിക്കാൻ സാധിക്കുന്നുണ്ടോ എന്നൊരു ആത്മപരിശോധന നടത്തുന്നു. ഇപ്പോൾ ഒരു സുവോളജിക്കൽ പാർക്കിൻ്റെ ഉദ്ഘാടനത്തിന് വരുമ്പോഴും CM-നോട് രാഷ്ട്രീയം പറഞ്ഞാൽ അദ്ദേഹത്തിന് ബോറടിക്കില്ലേ? അങ്ങനെ മിണ്ടാതെ പോകും. അവിടെ ആ പാർക്കിനെ കുറിച്ച്, പാർക്കിൻ്റെ പൂർണ്ണതയെക്കുറിച്ച്, പാർക്കിൻ്റെ വരാൻ പോകുന്ന വ്യത്യസ്തങ്ങളായ പല സംഭവങ്ങളെക്കുറിച്ച് അവിടെ റവന്യൂ മന്ത്രി ഉണ്ടാവും, CM ഉണ്ടാവും, പലരുണ്ടാവും. അവരോടൊക്കെ ചോദിക്കേണ്ട ചോദ്യം വേറെയാണ്. രാഷ്ട്രീയം അത് കഴിഞ്ഞ് രാമനിലയത്തിൽ പോയി ചോദിച്ചാൽ മതിയില്ല. അത് നമുക്ക് പറ്റുന്നൊരു അബദ്ധമാണ്. അത് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ തലമുറയ്ക്ക് നമുക്ക് പറ്റുന്ന ചില അബദ്ധങ്ങളായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എന്തായാലും ജേർണലിസത്തിന് കുറച്ച് അപജയങ്ങളൊക്കെ സംഭവിച്ചു എന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. ജേർണലിസ്റ്റ് മാപ്രയായി മാറിയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ സാറ് പറഞ്ഞ പോലെ അത് കിട്ടിയതല്ല, ചോദിച്ചു വാങ്ങിയതാണ്. ഇനി അത് തിരുത്താൻ പറ്റുമോ എന്ന് നമുക്കറിയില്ല. പറ്റുമെങ്കിൽ അത് എത്രയും പെട്ടെന്ന് തിരുത്തുക തന്നെ വേണം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.